സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത്. സിദ്ധാർത്ഥന്റെ അമ്മ MR ഷീബ നൽകിയ ഹർജിയിലാണ് നടപടി. ലീഗൽ കറസ്പോണ്ടന്റ് ഷബന സിയാദുണ്ട് വിശദാംശങ്ങളുമായി. ഷബന, എന്തൊക്കെയായിരുന്നു കോടതി നിരീക്ഷണം? അതിര പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ നേരത്തെ കോടതി അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ചാണ് ഇത്തരത്തിൽ അനുമതി നൽകിയത്. പൂക്കോട് ക്യാമ്പസിൽ നിന്ന് പ്രതികളായ വിദ്യാർത്ഥികളെ മണ്ണുത്തി ക്യാമ്പസിലേക്ക് മാറ്റാനാണ് കോടതി ഉത്തരവിട്ടത്. അത് ഉപാധികളോടെ ഇവരെ പ്രവേശിപ്പിക്കണം എന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെതിരെയാണ് സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഇപ്പോൾ ജസ്റ്റിസ് അമിത് റാവൽ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾ റാഗിംഗ് നടത്തുന്നത് കിരാതവാഴ്ചയ്ക്ക് തുല്യമാണെന്നും ഇത്തരക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്തു നിൽക്കേണ്ടവരാണെന്നും കോടതി വാക്കാൽ നിരീക്ഷണം നടത്തുകയും ചെയ്തു. എന്നാൽ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതുപോലെ പുതിയ അന്വേഷണം നടത്താം എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണത്തിൽ അമ്മയെ കൂടി പങ്കെടുപ്പിക്കണം എന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ഏതായാലും മണ്ണുത്തി ക്യാമ്പസിലാണ് ഇവരെ പ്രവേശിപ്പിക്കാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം ഉത്തരവിട്ടിരുന്നത്. ഇത്തരത്തിൽ ഉത്തരവിട്ടിരുന്നെങ്കിലും വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അനുമതി വേണ്ടതിനാൽ രജിസ്ട്രേഷൻ നടന്നിരുന്നില്ല. പിന്നീട് ഈ വിദ്യാർത്ഥികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച് രജിസ്ട്രേഷൻ നടത്താനുള്ള നടപടിയും പൂർത്തീകരിച്ചിരുന്നു. ഇതിനിടെയാണ് അമ്മ ഇത്തരം ഒരു ഹർജിയുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് ഈ 18 വിദ്യാർത്ഥികളുടെയും പ്രവേശനം തടഞ്ഞ് ഇപ്പോൾ ഉത്തരവിട്ടതും. ശരി, ഷബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.